ഹലോ ബേബി ഞാൻ പോവാണേ. താങ്ക് യു. കേക്കോ നിന്റെ തന്ത എവിടെ? ടൂറാണ് അവനെ സിറ്റി കാണുന്നില്ല ഇപ്പൊ. മനസ്സിലായോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ എനിക്ക് പറ്റത്തില്ല. അച്ഛൻ ആരായത്? നിങ്ങളുടെ പേര് സേവ് ചെയ്തിട്ടേക്കുന്ന പറയപ്പാന്നാ. നിന്റെ ഒഫൻസീവ് ആയി പോയി ഞാൻ പറഞ്ഞ. ഞാൻ വിദ്യാഭ്യാസം ഇല്ല. അത് ഓപ്പൺ பண்ணுவேன். ഇതിപ്പോ എവിടെ വന്ന്? സ്കൂളിലേക്ക് പുതിയ മാനേജറിനെ റിക്രൂട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. കിട്ടി. ദേവകുട്ടി. ദേവകുട്ടി ദേവകുട്ടിയാണ്. ദേവകുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖമാണ് ദേവകുട്ടി. ദേവകുട്ടി കണ്ടിട്ട് കുറെ നാളായല്ലോ. കൊറേ നാളായി കണ്ടിട്ട്. നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാ കാണുന്നെന്ന് തോന്നുന്നു. അതെ ദേവകുട്ടി. എന്താ വരാത്ത ഷേഡ്? എന്തൊക്കെ തരം ആൾക്കാർ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നോക്കണേ. കൊറേ നാളായിരുന്നു ദേവകുട്ടി കണ്ടിട്ട്. ഒരുപാട് നിന്റെ തന്റെ വരാൻ പറഞ്ഞ കേട്ടാ. താടിയിൽ ഒരു ഉറുമ്പ്. അത് ഞാൻ ഇവര് പണ്ട് എങ്ങനെയാണ്? ഇവളുടെ അച്ഛന്റെ മുഖത്തിൽ കൊതുക് നിരുന്നപ്പോ പുള്ളിയുടെ പെടൽ തീർത്ത് കൊടുത്താണ് പുള്ളി എത്തുപോയത്. ഇവര് പണ്ട് എങ്ങനെയാണ്? ഇവളുടെ സ്വഭാവം പണ്ട് സാറേ ഇത് നിങ്ങൾ കണ്ടു ഇത് വൈകിപ്പോയി. മനസ്സിലൊക്കെ വൈകിപ്പോയി. അതെ വാസു, ഇപ്പൊ കുറച്ച് മുമ്പായിട്ട് കൊണ്ടുവന്ന് തന്നതേ ഉള്ളൂ എനിക്ക് പേപ്പർ. അതിനകത്ത് ഫുൾ അക്ഷര തെറ്റായിരുന്നു. എന്നായിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് നമുക്ക് നടത്തണമല്ലോ. അത് ശരിയാണ് സാറേ. സാർ എല്ലാം ഒന്ന് നോക്കി കണ്ട് ചെയ്താൽ മതി. എന്തോ മാധവനുണ്ണി, ഞാനിത് അതുപോലെ കൊടുത്തേക്കാം കേട്ടോ ആ ചെക്കിങ്ങിനകത്ത്. എന്റെ മുഖത്തൊരു ഉറുമ്പുണ്ടായിരുന്നു, അപ്പൊ അതിനെ അടിച്ചതാ. ശരിയാ. ഞാനിപ്പോ കണ്ടത്. ഹലോ, നിന്റെ തന്തയില്ലേ? അവനെ പോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തിനെ ഞാൻ കണ്ടിട്ടില്ല. സച്ച് ആൻ ഇറസ്പോൺസിബിൾ റാസ്കൽ. പിന്നെ നിന്റെ അപ്പയെ പറ്റി പിന്നെ ഇമാരി പരിപാടി കാണിച്ച പിന്നെ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? വേറെ പണി ടിവിയുടെ പുറത്ത് ടിവിക്കകത്ത് ഇറങ്ങാൻ കോഹ്ലിയുടെ സാറിന് രാജി വെച്ചിട്ട് പോകാൻ പറ അവരോട്. എന്ത പണിക്ക്? காருக்கு பவுடரா? ஆமா, நம்மளோட வீட்ல நிறைய கார் நிக்குதுல, அது ஓவர் ஃபுல் ஆயிடுச்சுன்னு சொல்லிட்டு அப்பா சோப்பு வாங்க போயிருக்கு. காருக்குலாம் க்ளீனா இருக்கணும்ல, அது ஃபாரின்ல வாங்குனாதான் நல்லா க்ளீனா இருக்கும்னு அப்பா പറഞ്ഞേണ്ട. എന്റെ തന്തേ പറഞ്ഞപ്പോ നിനക്കൊക്കെ പൊട്ടിയല്ലോടാ, നിനക്കൊക്കെ പൊളിഞ്ഞല്ലോ. നിനക്ക് തന്തേ പറഞ്ഞപ്പോ നിനക്കൊക്കെ ദേഷ്യം വന്നല്ലോ. ഉന്നോട് അപ്പ ആവതർക്ക് മുന്നാടി അവൻ വന്ന് എന്റെ ക്ലോസ് ആള് മനസ്സിലായ. എനിക്ക് എന്താ ഫ്രീഡം ഇருக்கு. 100 വാട്ടി സ്വന്നിട്ട് എന്നെ പെരിയപ്പ പെയ്യപ്പ കൂപ്പിടണമെന്ന്. வயசு வச்சு உனக்கு பெரியப்பா தான்டா. தமிழ் 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 பேசுறா பேசு. எந்தோ பேசான் என்னடா உனக்கு? நீ உனக்கு பெரியப்பா தான்டா இவரு. உனக்கு பெரியப்பா தான்டா. நீ உனக்கு பெரியப்பா தான்டா இவரு. அப்பாவோட பிரதர் தானே. அப்ப பெரியப்பா தான்.
அதுதான் அவர்ட்ட சொல்லிட்டே இருக்கா அவர் ரெண்டு காதுலயே என்ன அண்ணா உங்களுக்கு தெரியாதா உங்க பேர் நீ பெரியப்பா தானே പെരിയപ്പ കേട്ട് മനുഷ്യൻ മടുത്ത്. ഒരു കിരണ പോലും പെരിയമ്മ എങ്ങനെ കേളു பெரியம்மா இங்க தான் இருக்காங்க பெரியம்மா എലിയെ പെരിയമ്മ എന്ന് വിളിക്കുന്നത് ബെസ്റ്റ് കറക്റ്റ് ഹലോ ഫസ്റ്റ് ബേബി ഞാൻ പോവാണേ. ബൈ ബേബി. ബേബി എന്ന് വിളിക്കണം, ബേബ് എന്ന് വിളിക്കണം. ബേബിന് എന്റെ അമ്മയുടെ പേരാണ്, അത് കാരണം ബേബി എന്ന് വിളിച്ച് എന്റെ അമ്മ ഓർമ്മ വരും. ബേബ് എന്ന് വിളിക്കാം. ബേബ് ബൈ ബേബ്. ഒന്ന് ഇറങ്ങി പോവാവോ? See you tomorrow. Miss you. Bye. Bye. സാധനം തരാൻ പറഞ്ഞു. സാധനം തരാനാ, ഒരു മിനിറ്റ് എടുത്തോ. നിക്കേ ഒരു മിനിറ്റ്. എന്താ കൊക്കെ എന്നെ എടുക്കോ? ഹായ് മാറിയതാ ലക്ഷം. എന്താ ഏ പിന്നെ നീ എന്തിനാ എടുക്കാൻ പറഞ്ഞേ? ഞാൻ ചുമ്മാ എടുക്കൂന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്ത് സാധനമാണ് കൊടുത്തുവിട്ടെ? എന്ത് ഐഡി പറയോ? ഐഡി 239. എന്താ മോനെ? இது புது வண்டி வாங்கிருக்கு ചിക്കൻ சவுண்ட் அதிகமா இருக்கும் ഞാൻ തിന്നാൻ ഗതിയില്ലാത്തവനാണല്ലോ. ആരെങ്കിലും വീട്ടിൽ കുക്കറിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കടിച്ചു പറിച്ചോണ്ട് വന്നായിരിക്കും നിന്റെ കുണം വെച്ചിട്ട്. ഓ ഇത് ചൂടാ ഫിഷ് ഞാൻ പച്ചക്ക് എന്റെ അച്ഛൻ കൊക്കൊന്നും അല്ല, മനസ്സിലായോ? ഞാൻ കൊക്കി വർക്കത്തിൽപ്പെട്ടതല്ല, ഞാൻ മനുഷ്യനാണ്. കൊക്കുമുണ്ടേ മീൻ ഞാൻ പച്ചക്ക് ഇല്ല. ഈ കൊക്കിനെ എന്തെങ്കിലും മന്തി അടിക്കണുണ്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇത് പുതിയ വണ്ടി കൊള്ളാലോ. ഞാനും സൗണ്ട് சவுண்ட் கூடுதலா இருக்கும் നമുക്കൊരു വിഷയല്ലല്ലോ. ഡിക്കിലേ ഇറക്കോ ആണ് നമ്മളെ ക്ലോക്കിലിടുന്ന ബാറ്ററിക്ക് കൊണ്ട് വണ്ടീന്റെ ഇത് തല മാത്രം ഇട്ടിരിക്കണത് എന്റെ അടിച്ച് തല വെളിയിലാണ്. ഓ ഇവൻ കൊച്ചി ഇറക്കനല്ലേ? ഇവൻ കൊച്ചി ഇറക്കനായോണ്ടേ ഇവന്റെ തല വെളിയിൽ. നമ്മുടെ തല വെളിയിലിരിക്കുകയാ. ഇപ്പൊ തലയില്ല. ഇതെന്തൊരു വണ്ടി ഇത്? അതെന്താ ലക്ഷ്യ കത്തിച്ച് പിടിച്ചേക്കണേ? വേണം ഞാനെ വിളിച്ചതല്ലേ? അല്ലല്ല അതാണ് സാധനം. ടൈറ്റായിട്ട് വിളിച്ചതല്ലേ ഇതുവരെ നീ? ഇത് ബ്രേക്കില്ല, അത്ര പ്രശ്നമുള്ളൂ. അവിടെ ചവിട്ടിയ കേവിടെ കേകോന്ന് ചവിട്ടിയ ഇവിടെടാ. ഇത് FPV നിന്റെ തലയിലെന്താ? ഇതെന്ത് ഇതിനകത്ത് തൂക്കിയിട്ടേക്കുന്നത് നോക്കിയേ. ആണോ എവിടെ? അയ്യോ ഇത് ഇങ്ങനെ ഒരു അതെ ഫോട്ടോ നോക്കി നല്ല ഞാൻ പറഞ്ഞത്. ബാക്കിൽ വണ്ടി കൊടുക്കണ്ടേ? എടാ ഇതൊക്കെ വണ്ടി നിങ്ങൾ അങ്ങോട്ട് നിങ്ങളോട് പോവാണെങ്കിൽ വണ്ടി കൊടുത്തേക്കണടാ. അല്ല ഓണർ അതിന്റെ ഉള്ളിലുണ്ട്, മറ്റേ ആ ബാറ്ററിന്റെ ഇടയിലിരിക്കുന്നു. ഇവ ഇതിനകത്ത് ഉണ്ടായിരുന്നാ? ആൾക്ക് സംസാരിക്കാൻ പറ്റില്ല, നമ്മള് വെളിയിലോട്ട് പറഞ്ഞേ അന്നല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. തന്നെ அப்பா അപ്പാ இல்ல இல்ல இது உள்ள ஃபுல்லா சூடா இருந்தது அது சொன்னேன் ഓ സ്വന്തം വണ്ടിയല്ലേ? കൊള്ളാം നല്ല വണ്ടി കേട്ടാ. ஓகே ஓகே நான் போயிடுறேன் பா பை ആ ഓക്കെ ബൈ മോനെ, ബൈ.